നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വാർത്ത തന്നെയാണ്. അതിപ്പോൾ ഒഫീഷ്യലായിരിക്കുന്നു. ജാവോ പെഡ്രോ ചെൽസിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ചെൽസി അക്കാര്യം അറിയിച്ചിരിക്കുന്നു. ദീർഘകാലത്തെ കോൺട്രാക്റ്റാണ്, 7 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഒരു വലിയ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. 55 മില്യൺ ഫിക്സഡ് ട്രാൻസ്ഫർ ഫീസും പ്ലസ് 5 മില്യൺ ആഡ് ഓൺസുമാണ് ബ്രൈറ്റണ് ചെൽസി കൈമാറുന്നത്. അങ്ങനെയാണ് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ ജാവോ പെഡ്രോയെ സ്വന്തമാക്കുന്നത്. ചെൽസി ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു. ചെൽസി ഈസ് ഡിലൈറ്റഡ് ടു അനൗൺസ് ദി സൈനിങ് ഓഫ് ബ്രസീൽ ഇന്റർനാഷണൽ ജാവോ പെഡ്രോ ഫ്രം ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു. 23-കാരനായിട്ടുള്ള താരം 2033 വരെയാണ് ചെൽസിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പാൽമറാസിനെതിരെ കളിക്കുന്നതിന് വേണ്ടി ഇമ്മീഡിയറ്റ്ലി ചെൽസിക്കൊപ്പം ജോയിൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജോയിൻസ് ദി സ്ക്വാഡ് ഇമ്മീഡിയറ്റ്ലി ഹെഡ് ഓഫ് അവർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ അഗെയിൻസ്റ്റ് പാൽമറാസ്. സോ വളരെ പെട്ടെന്നുള്ള ഒരു നീക്കമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ജാവോ പെഡ്രോയുടെ ആദ്യത്തെ പ്രതികരണവും വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: എല്ലാവർക്കും അറിയാം ഇതൊരു ബിഗ് ക്ലബ്ബാണെന്ന്, വലിയ ചരിത്രമുള്ള ക്ലബ്ബാണ്. ബ്രില്യൻ പ്ലെയേഴ്സ് മുമ്പ് ഈ ക്ലബ്ബിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ബ്രില്യൻ പ്ലെയേഴ്സ് ഉണ്ട്. സോ I am excited to join, and when you are a Chelsea player you must think one thing, win. വിജയം മാത്രമാണ് നിങ്ങളൊരു ചെൽസി താരമാകുമ്പോൾ ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് താൻ എത്തുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ബ്രസീലിയൻ ജയൻസ് ആയിട്ടുള്ള ഫ്ലുമിനൻസിലൂടെ വളർന്ന താരമാണ് ജാവോ പെഡ്രോ. അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴിതാ ചെൽസിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. നീണ്ട കാലത്തേക്കുള്ള ഒരു സൈനിങ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.